നമുക്കിന്നൊരു ചെറുനാരങ്ങയുടെ അടിപൊളി അച്ചാറുണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ എണ്ണ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ചെറുനാരങ്ങ നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ കൊണ്ടോ കോട്ടൺ തുണി കൊണ്ടോ തുടയ്ക്കാം. എന്നിട്ട് ഇതിങ്ങനെ ചുളിവ് വരണം, കണ്ടില്ലേ? ആ ചുളിവ് വന്നതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് കായം കട്ട കായാണ്, കായം ഉലുവ വറുത്ത് പൊടിച്ച് വെക്കണം കേട്ടോ. ഇതെൻ്റെ കട്ടക്കായ, അപ്പം ഞാൻ വറുത്ത് പൊടിച്ചതല്ല, ഉലുവ വറുത്ത് പൊടിച്ചതുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ വറുത്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിലൊക്കെ ഇടാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് 2 കഷ്ണം എടുത്തിട്ട് ഇതിൽ കുറച്ചല്ലേ ഉള്ളൂ. എന്നിട്ട് ഇതേമാതിരി നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ 2 4 അരിയാം. അതിന് ശേഷം നമ്മൾ ഇത്തിരി മുളക് പൊടി, ഉലുവാപ്പൊടി, ഇത് രണ്ടും ഒന്ന് ചൂടാക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അതിൻ്റെ കരിഞ്ഞ മണമൊന്നും വരാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഞാനിത് എന്താ സ്പൂൺ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സ്പൂണ് ഫ്രിഡ്ജിലിരിക്കുകയാണ്, ഉറുമ്പ് മുഴുവൻ തിന്നിട്ട്, അതുകൊണ്ട് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് കരിഞ്ഞു പോകണ്ടെന്ന് എഴുതിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം സ്പൂണോട് പതുക്കെ ഇളക്കുന്നുള്ളൂ കേട്ടോ. അതൊന്നും ആയിട്ടൊന്നുമില്ല. അത് സാധാരണ എടുക്കാറില്ല. ഞാൻ മരത്തിൻ്റെ തരി തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ അത് ചൂടായി വന്നു. അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഉലുവയുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. കല്ലുപ്പാണ് നമ്മൾ പിന്നെ എല്ലാറ്റിനും നല്ലത്, കൂടുതലും നല്ലത് കല്ലുപ്പാണ്. പൊടിയുപ്പ് തോരന് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എല്ലാവരും കല്ലുപ്പിൽ ശീലിക്കുക. അതായത് കണ്ടോ, ഇത് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിലൊഴിച്ച് കൊടുത്തു. ഇനി 2 സ്പൂൺ വിനീഗറും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.